ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് ഹോം ഡെലിവറി ആയിട്ട് വന്നതാണ് കേട്ടോ. ഹോം ഡെലിവറി ആയിട്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ അതേ ചേച്ചി ഇവിടെ നിന്ന് കുറേ പ്ലാന്റ്സ് എടുത്തിട്ട് എനിക്ക് ഈ പ്ലാന്റ്സിൻ്റെ ബാക്കിയുള്ള വെറൈറ്റീസൊക്കെ കളക്ഷൻസ് കുറവാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ പ്ലാന്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പ്ലാന്റ്സ് തന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ചു, ഇതൊക്കെ ചേച്ചി കഴിഞ്ഞ വട്ടം എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച പ്ലാന്റ്സ് ആണ് ഇപ്പോൾ പൂക്കളായി നിൽക്കുന്നത് എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ട് ഇട്ടതാണ് കേട്ടോ. കഴിഞ്ഞ വട്ടമൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത പ്ലാന്റ്സിൽ കുറച്ചൊക്കെ ഫ്ലവർ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു തന്നതാണ്. ഈ റെഡ് പിനാക്കോ ഞാൻ കൊടുത്തതല്ല കേട്ടോ. ഇത് ഞാൻ കൊടുത്തതാണ്. ബർത്ത്ഡേ പാർട്ടി റോസ്, അതുപോലെ ഈ ഒരു യെല്ലോ റോസ് മിനിയേച്ചർ യെല്ലോ, ഈ ഒരു റെഡ് മിനിയേച്ചർ, പിന്നെന്താ ഇതൊക്കെ ഇന്ന് കൊണ്ടുവന്ന റോസാണ് കേട്ടോ. ഈ കവറിലൊക്കെ വെച്ചേക്കുന്നത് ഇന്നിവിടെ ഹോം ഡെലിവറി ചെയ്ത പ്ലാന്റ്സ് ആണ്. ഇതും ഞാൻ കൊടുത്ത പ്ലാന്റ്സ് ആണ്. ഏകദേശം ഈ ചേച്ചി എൻ്റെ കയ്യിൽ നിന്നൊരു 3-4 വട്ടം എങ്ങാണ്ടോ പ്ലാന്റ്സ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഹോം ഡെലിവറി ചെയ്തപ്പോൾ ഞാൻ ഇന്നാണ് വീട്ടിലോട്ട് ഇന്ന് പോയി കൊണ്ടു കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ റോഡിൽ വന്ന് മേടിച്ചിട്ട് പോകുമായിരുന്നു. ഞാൻ അങ്ങ് കൊണ്ടുപോയി കൊടുത്തപ്പോഴാണ് പ്ലാന്റ്സ് ഒക്കെ കാണുന്നത്. അപ്പോൾ പുള്ളിക്കാരി ഒരുപാട് പ്ലാന്റ്സ് എനിക്ക് തന്നു. ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. അപ്പോൾ ഇതൊക്കെ എടുക്കുവാണ് കേട്ടോ. ഇതൊക്കെ എനിക്ക് ഓരോ പ്ലാന്റ്സ് ആയിട്ട് ഒടിച്ചൊടിച്ച് എടുക്കുകയാണ്. പ്ലാന്റ്സ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമായി. പ്ലാന്റ്സൊക്കെ ഞാൻ ഈവനിങ് വന്ന ശേഷം പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അപ്ഡേഷൻ ഞാൻ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. വൈകിട്ട് വന്ന ശേഷം പിന്നെ എനിക്കത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു പ്ലാന്റ് വെരിഗേറ്റഡ് ലീഫ്, പിന്നെ എപ്പിഷ്യയുടെ വെറൈറ്റി, പിന്നെ ഇത് അലോക്കീഷ്യ ടൈപ്പാണ്. ബ്ലാക്ക് മാജിക് എന്നാണ് പേര്. അപ്പോൾ ഇതിൻ്റെ വെറൈറ്റീസ് എൻ്റെ കയ്യിൽ, ഇതിൻ്റെ ഒരു മൊജിറ്റോ എന്ന് പറഞ്ഞൊരു വെറൈറ്റി മാത്രമേ എൻ്റെ കയ്യിലിട്ടു. പിന്നെ ഇത് ഒരു അടിപൊളി വെറൈറ്റി റോസാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും, നാടൻ മഞ്ഞയുടെ പ്ലാന്റ്സ്, ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ സോൾഡ് ഔട്ട് ആയിട്ട് ഇപ്പോൾ കുറച്ച് ബഡ്ഡിങ് പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. നാടൻ മഞ്ഞയുടെ തന്നെ ബഡ് ചെയ്ത പ്ലാന്റ്സ്, നാടൻ ബഡ്ഡിങ് റോസാണ്. അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. പ്ലാന്റ്സ് വേണമെന്നുള്ളവരൊന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ. ഏകദേശം ഒരു 20 പേർക്ക് തരാനുള്ള പ്ലാന്റ്സ് ഉണ്ടാവുള്ളൂ. പിന്നെ നാടൻ മഞ്ഞ ഏകദേശം ഒരു 300 പേർക്കുള്ള പ്ലാന്റ്സ് റെഡി ആവുന്നുണ്ട്. അത് കുറച്ച് ടൈം എടുക്കും. ഏകദേശം ഒരു 2 months ആകുമ്പോഴത്തേക്കും 300 പേർക്ക് തരാനുള്ള പ്ലാന്റ്സ് റെഡിയാവും. ഇപ്പോൾ കുറച്ച് പേര് ചോദിച്ചു പ്ലാന്റ് ഉണ്ടോ, നാടൻ പ്ലാന്റ്സ് ഉണ്ടോ എന്നുള്ളത്. കാരണം നാടൻ മഞ്ഞ എന്ന് പറയുമ്പോൾ നമുക്ക് അധികം അങ്ങനെ പിടിച്ച് കിട്ടാൻ പാടുള്ളതാണ്. പിന്നെ നമുക്ക് ആ ഒരു പ്ലാന്റ്സിൻ്റെ അവൈലബിലിറ്റിയും കുറവാണ്. എന്നിരുന്നാലും ഇപ്പോൾ 20 പേർക്ക് തരാനുള്ള പ്ലാന്റ്സ് ഉണ്ട്. പ്ലാന്റ്സ് വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, എൻ്റെ വാട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യണം. നല്ല സ്മെല്ലാണ്. നമ്മുടെ പട്ട് റോസ് പോലെ തന്നെ നമുക്ക് വീട്ടിൽ വെച്ച് വളർത്താൻ പറ്റുന്നതാണ്. ഇത് മദർ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ തറയിലാണ് വെച്ചേക്കുന്ന പ്ലാന്റ്സ് ആണ്. ഇത് മദർ പ്ലാന്റ് ആണ്. നമുക്കിതുപോലെ തന്നെ നമ്മുടെ പട്ട് റോസ, പന്നീർ റോസ, വൈറ്റ് റോസ, അതിൻ്റെയൊക്കെ കൂടെ നമുക്ക് വളർത്താൻ പറ്റുന്നൊരു വെറൈറ്റി. അതായത് 7 days അതിൻ്റെയൊക്കെ കൂടെ നമുക്ക് നിലത്താണ് വെച്ചേക്കുന്നത്. നിലത്ത് വെച്ചിട്ട് പോലും അത് നമ്മുടെ നാടൻ റോസ് പോലെ, അതായത് നാടൻ റോസ് ആണ്, അങ്ങനെ തന്നെ നല്ലപോലെ പടർന്ന് നിന്ന് ഫ്ലവറിങ് ആവുന്നുണ്ട്. സാധാരണ നമ്മുടെ നാടൻ റോസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്ന വെറൈറ്റീസ് പട്ട് റോസ്, പന്നീർ റോസ്, ഈ ഒരു വെറൈറ്റീസ് ആയിരിക്കും. പക്ഷേ ഇതും നമ്മുടെ നാടൻ റോസ് തന്നെയാണ്. കമ്പ് കുത്തി നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പം വന്നിട്ടുള്ളത്. അപ്പോൾ പ്ലാന്റ്സ് വേണമെന്നുള്ളവർ ഇതിലെൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതിയാവും കേട്ടോ. നിങ്ങൾ വിളിച്ച് ചെയ്യേണ്ട, ചിലപ്പോൾ ഞാൻ ക്ലാസ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വാട്സപ്പിൽ തന്നെ മെസ്സേജ് ഇടുക എന്ന് പറയുന്നത്. എല്ലാവർക്കും 10 മണിക്ക് മുമ്പായിട്ട്, 10-11 മണിക്ക് മുമ്പായിട്ട് തന്നെ നൈറ്റ് റിപ്ലൈ തന്ന് തീർക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.